മനോഹരമായ ഒരു സാമ്രാജ്യബിംബം. ഈ സാമ്രാജ്യബിംബം നാം നോക്കുമ്പോൾ ഇസ്രായേൽ പാലസ്തീൻ നാടുകളെ അല്ലെങ്കിൽ ദാവീദിന്റെ രാജ്യത്തെ അടക്കി വാഴുന്ന 7 സാമ്രാജ്യങ്ങളുടെ രൂപമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. യഹോയാക്കീമിന്റെ കയ്യിൽ നിന്ന് സിംഹാസനം പോയി ആ രാജ്യം ഇറാഖുകാരുടെ കോളനി ആയെങ്കിൽ ഒരു ദിവസം ദാവീദിന്റെ സിംഹാസനം ഭൂമിയിൽ സ്ഥാപിക്കും. അതിന് പിന്നിൽ അല്ലെങ്കിൽ ആ സിംഹാസനം സ്ഥാപിക്കുന്നതിനുള്ളിൽ ആ നാട്ടിൽ 6 വിദേശികൾ ഭരിക്കുമെന്നുള്ളതാണ് അതിന്റെ ചുരുക്കം. മൊത്തം 7 സാമ്രാജ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാനിയേൽ കണ്ടപ്പോൾ സമുദ്രത്തിൽ നിന്ന് അലറി കയറി വരുന്ന ഒരു സിംഹം. ഇത് ബാബിലോണിയരുടെ സാമ്രാജ്യമായിരുന്നു ദൈവമക്കളെ. അല്ലെ, ഇന്നത്തെ ഇറാഖുകാർ ഒരു കാലത്ത് ബലവാന്മാരായിരുന്നു. അവരാണ് ആദ്യം കയറി ഇസ്രായേലിനെ ആക്രമിച്ചത്. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ ദാനിയേൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹൂദ രാജാവായ യഹോയാക്കീമിനെയും യഹോവയുടെ ആലയത്തെയും ആലയത്തിലുള്ള ഉപകരണങ്ങളെയും യഹോവയായ ദൈവം ബാബേൽ രാജാവിന്റെ കയ്യിൽ കൊടുത്തു. ഇദ്ദേഹം ഇസ്രായേലിനെ കോളനി വാഴ്ച നടത്തിയത് ഏറെക്കുറെ 87 വർഷത്തോളമായിരുന്നു. പിന്നീട് അതങ്ങ് അവസാനിച്ചു പോയി ദൈവമക്കളെ. അതിനുശേഷം മറ്റൊരുവൻ കയറി വന്നു. നാം നോക്കുമ്പോൾ ഇത് 2-ാം ഭാഗം. അത് വെള്ളി കൊണ്ടുള്ളതാണ്. ഈ തലയേക്കാൾ ഇച്ചിലൂടെ വിസ്തൃതിയിലാണത് നിൽക്കുന്നത്. നെഞ്ചും കൈയും വെള്ളി കൊണ്ടായിരുന്നു. ദാനിയേൽ 7-ാം അധ്യായത്തിൽ കാണുമ്പോൾ ഇതൊരു കരടിയോട് സമാന്തരമായിട്ടാണ്. ഇതാരാണെന്നറിയാമോ? ഇന്നത്തെ ഇറാൻകാരാണ്. നമ്മൾ പേർഷ്യ എന്നവരെ വിശേഷിപ്പിക്കാം. ബൈബിളിൽ അവരെ പേർഷ്യ എന്ന് വിളിക്കുന്നു. ഇന്നത്തെ ഭൂപ്രകൃതിയുടെ അവസ്ഥയനുസരിച്ച് ഇന്ന് നാം കാണുന്ന ഇറാനാണ്. റൈറ്റ് സൈഡിൽ ഇറാഖും ലെഫ്റ്റ് സൈഡിൽ ഇറാനും കിടക്കുകയാണ്. ആദ്യം ഇറാഖുകാരാണ് ആക്രമിച്ചത്, ബാബിലോണിയർ. രണ്ടാമത് ഇറാൻ അല്ലെങ്കിൽ പേർഷ്യ ആക്രമിച്ചു. ഈ പേർഷ്യ ഏതാണ്ട് 200 വർഷക്കാലം ഈ രാജ്യത്തെ ഭരിച്ചു ദൈവമക്കളെ. അതിൽ ഏതാണ്ട് പ്രഗത്ഭരായ 11 ചക്രവർത്തിമാരാണ് ഈ ഇസ്രായേലിൽ കോളനി വാഴ്ച നടത്തിയത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 200 വർഷക്കാലം, ഏതാണ്ട് BC 538 തുടങ്ങി BC 331 വരെ ഏറെക്കുറെ 200 വർഷം അവർ ഭരിച്ചിരുന്നു. ഇറാഖിലെ ഏറ്റവും വലിയ രാജാക്കന്മാർ ഒരുവനായിരുന്നു കാമ്പ്യാസിന്റെ മകനായിരുന്നു മഹാനായ സൈറസ്. അദ്ദേഹത്തെ ബൈബിൾ വിളിച്ചിരിക്കുന്നത് കോരസ് എന്നാണ്. താനും തന്റെ അപ്പനും ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാമ്പ്യാസ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവ് അവനെ പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ട്. ഈ ഇറാഖ് എന്ന രാജ്യത്തെ ആക്രമിച്ച് ആ ഇറാഖിന്റെ രാജ്യത്തെ തകർത്ത് ഇറാൻ അല്ലെങ്കിൽ പേർഷ്യ രാജ്യം സ്ഥാപിക്കുമ്പോൾ അതിനു മുൻപ് പ്രവാചകനായ യെശയ്യാവ് ഈ സംഭവം പ്രവചിച്ചിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിൽ വരുമ്പോൾ, അഭിഷക്തനായ കോരശേ, നീ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചു. നീ രാജാക്കന്മാരെ അരക്കച്ച അഴിക്കണം, നീ കോട്ടകളെ തകർക്കണം, നിന്റെ മുൻപിൽ ഞാൻ നദിയെ വറ്റിച്ചു കളയും. എന്ത്? എന്റെ ദാസനായ യാക്കോബിനോട് ഞാൻ ചെയ്ത നീതിയെ നീ നിവർത്തിക്കണം. ഒന്ന് വായിച്ചാട്ടെ, 45ന്റെ ഫസ്റ്റ് വായിച്ചു. തന്റെ അഭിഷിക്തനായ ശ്രദ്ധിച്ചോണം. ഈ അഭിഷക്തൻ എന്ന് കോരസിനെ വിളിച്ചിരിക്കുകയാണ്. കോരസിന് ഒരു കാരണവശാലും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. പാർസികളുടെ ദേവൻ അഗ്നിദേവനാണ്. അഗ്നിദേവനെ വണങ്ങുന്ന കോരസ്, കാമ്പ്യാസിന്റെ മകൻ കോരസ് ജനിക്കുന്നതിന് അല്ലെങ്കിൽ അവൻ ബാബേലിനെ ആക്രമിക്കുന്നതിന് 170 വർഷം മുമ്പ് ഇസ്രായേൽ പ്രവാചകണത്തില് ഏറ്റവും ശ്രേഷ്ഠനായ ആ പ്രവാചകൻ വിളിച്ചു പറയുന്നു, അഭിഷക്തനായ കോരസ്, അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കേണ്ടതിന് കതവുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. അത്ഭുതമാണ് ദൈവമക്കളെ. നമ്മൾ ഈ വാക്കൊക്കെ വായിച്ചു കേട്ടാൽ നമ്മൾ ഓർക്കും ഇത് ദാവീദിന്റെയോ അല്ലെങ്കിൽ യാക്കോബിന്റെയോ മക്കളാണെന്നല്ല. ഇദ്ദേഹം പുറംജാതിക്കാരനാണ്. ദൈവവുമായിട്ട് ഒരു ബന്ധമുള്ള ആളല്ല. സംഭവത്തിന് 170 വർഷം മുമ്പ് യെശയ്യാവ് പ്രവചിച്ചു. യെശയ്യാവ് മരിച്ച് എത്രയോ വർഷം കഴിഞ്ഞാണ് സംഭവം നിറവേറുന്നത്. ഒരർദ്ധരാത്രിയിൽ ബാബേലിനെ അവൻ ആക്രമിച്ചു. ബാല്യകാലത്ത് തന്നെ അവൻ അപ്പനോട് ചോദിച്ചിരുന്നെന്നാണ് ചരിത്രം പറയുന്നത്, അപ്പാ ഈ മഹാരാജാവ് എന്ന് പറയുന്നവൻ ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കും, മോനെ ഇറാഖിലേതാണ്, അദ്ദേഹത്തിന്റെ കീഴിലാണ് നമ്മളുള്ളത്, അദ്ദേഹം സിംഹതുല്യനാണ്, തന്റെ നഗരം പൊന്നുപോലെ തിളങ്ങുന്നതാണ്. അപ്പോൾ എല്ലാം ദാര്യാവേശിന്റെ ഉള്ളിൽ കത്തുവെന്നാ പറയുന്നത്.
സൈറസിന്റെ ഉള്ളിൽ, കോരസിന്റെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ആ രാജ്യം വെട്ടിപ്പിടിക്കണം. ആ ആഗ്രഹത്തോടെ വളരെ വലിയ പ്രായമാകുന്നതിന് 30 വയസ്സ് 33 വയസ്സ് പ്രായത്തിനുള്ളിൽ തന്നെ അവനൊരു വലിയ സൈന്യവുമായി പുറപ്പെട്ടു വന്ന് ഈ ഇറാഖിനെ ആക്രമിച്ച് ഇറാഖിലെ ബാബിലോണിയ സാമ്രാജ്യം തകർത്തു. തുടർന്ന് അദ്ദേഹം ഒരു 200 വർഷത്തോളം ഭരിച്ചു. അദ്ദേഹമായിരുന്നു യെരൂശലേം ദേവാലയം പണിയാന് രാജകൽപ്പന കൊടുത്തത്. ഇസ്രായേലിന് വലിയ അനുകൂലവാദിയായിരുന്നു. സംഭവ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. ദാനിയേൽ അന്ന് അവിടെ ഉണ്ട്. പാർസി രാജാവായ കോരശ് ഭരണമേറ്റ് 3 ആണ്ട് കഴിഞ്ഞാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ദാനിയേൽ മരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇറാഖിൽ ചെന്നാൽ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് അനേക പുരാതന ശവകുടീരങ്ങൾ കാണാം. ഈ രാജദ്രോഹികളായ ചിലരൊക്കെ ഇപ്പോൾ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക ശവകുടീരങ്ങൾ കാണാം. അതിനിടയിൽ ഒരു യഹൂദനായ ജനറൽ ഗവർണറുടെ ശവകുടീരമുണ്ട്. ആരുടേതാണെന്നറിയാമോ? അവർ ബേൽശസ്സർ എന്നാണ് എഴുതിയിരിക്കുന്നത്. സംഭവം ദാനിയേലിന്റേതാണ്. ദാനിയേൽ തിരിച്ച് യെരൂശലേമിലേക്ക് വന്നില്ല. ദാനിയേൽ ബാബിലോണിൽ കിടന്നു മരിക്കേണ്ടി വന്നു. എന്നാൽ നെഹമ്യാവ്, സഖരിയാവ്, ഹക്കായി, മൊർദെഖായി തുടങ്ങിയവരെല്ലാം ആ പ്രവാസത്തിൽ നിന്ന് തിരികെ പോരുന്നു. ദാനിയേൽ രാജ്യത്തിന്റെ 3-ാമനാകിയാൽ ബാബിലോൺ വിട്ടുപോകാനൊത്തില്ല. പാർസി രാജാവായ കോരശ് ഈ ബാബേലിനെ ആക്രമിച്ചു കഴിയുമ്പോൾ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. രാജ്യത്തിലെ പ്രധാനികളെല്ലാം ഈ കോരശ് വിളിച്ചു വരുത്തി. വന്നപ്പോൾ നമ്മുടെ ദാനിയേലും ചെന്നു. ദാനിയേല് ചെന്ന് വണങ്ങി. അങ്ങ് ആരാണ്? ഞാൻ ഇവിടെ ഒരു രാജ്യത്തിലെ 3-ാമത്തെ ഭരണകർത്താവാണ്. സംഭവം എന്താണ്? ഞാൻ ഇസ്രായേലിൽ നിന്ന് പ്രവാസിയായി വന്ന യഹൂദ ബാലനായി വന്നതാണ്. ഇത്ര വർഷമായി ഇന്ന ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം ഒരു ചുരുൾ വായിച്ചു കേൾപ്പിച്ചെന്നാ പറയുന്നത്. പൂർവ്വകാലത്ത് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരിൽ ഉന്നതനായ യെശയ്യാവ് എന്നൊരു പ്രവാചകൻ അങ്ങയെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. കോരശ് പോയി. എന്നെക്കുറിച്ച് നിങ്ങളുടെ പ്രവാചകൻ പ്രവചിച്ചുവോ? അതൊന്ന് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചു. യെശയ്യാ പ്രവാചകന്റെ ചുരുൾ നൂർത്തുപിടിച്ച് ദാനിയേൽ വായിച്ചു കേൾപ്പിച്ചു. കോരശ് ഭയപ്പെട്ടുപോയി. അഭിഷക്തനായ കോരശേ, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചു. ഓമനപ്പേർ ചൊല്ലി വിളിച്ച കോരശാണ് അടുത്ത സാമ്രാജ്യം സ്ഥാപിച്ചത്. രാജ്യം പാർസി, അല്ലെങ്കിൽ ഇവിടെ നാം നോക്കുമ്പോൾ ഈ കാണപ്പെടുന്ന കരടിക്ക് തുല്യമായ ഒരു ഭരണം. ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഞാൻ അതുകൊണ്ട് അതിവേഗം അത് പറഞ്ഞു പോവുകയാണ്. 200ഓളം വർഷം പാർസികൾ രാജ്യം ഭരിച്ചു. അക്കാലത്ത് ഇസ്രായേലിന് അനുകൂലമായിരുന്നു. എന്നാൽ പാർസിയിലെ അവസാന രാജാവായ ദാരിയാവേശ് രണ്ടാമന്റെ കാലത്ത് അറബില്യ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഉഗ്രമായ യുദ്ധത്തില് അന്നത്തെ മാക്സിഡോണിയയിലെ രാജാവായ ഫിലിപ്പിന്റെ മകനായ മഹാനായ അലക്സാണ്ടർ ദാരിയാവേശ് രണ്ടാമനെ കൊന്നടക്കിക്കൊണ്ട് പാർസി സാമ്രാജ്യത്തിന് നീക്കം വരുത്തി. അടുത്ത ഭാഗത്തേക്ക് വരാം. അടുത്ത സാമ്രാജ്യം രൂപപ്പെട്ടു. അതൊരു പുള്ളിപ്പുലിക്ക് തുല്യമായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ഗ്രീക്ക് സാമ്രാജ്യമായിരുന്നു. യൂറോപ്പ് മാക്സിഡോണിയയിൽ നിന്നായിരുന്നു ഇതിന്റെ ഉത്ഭവം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാക്സിഡോണിയയിലെ രാജാവായ ഫിലിപ്പിന്റെ ആദ്യ ഭാര്യയായ ഒളിമ്പിയാസിന്റെ മൂത്ത മകനായിരുന്നു മഹാനായ അലക്സാണ്ടർ. ഗ്രീക്ക് ദേവനായ പിയൂസിന്റെ പിൻഗാമിയാണ് താനെന്നായിരുന്നു അക്കാലത്ത് അവർ ചിന്തിച്ചിരുന്നത്. പില്ലിയോ എന്നൊരു ഗ്രാമത്തിലായിരുന്നു താൻ ജനിച്ചു വളർന്നത്. തന്റെ ഗുരു അക്കാലത്തെ ശ്രേഷ്ഠനായ അരിസ്റ്റോട്ടായിരുന്നു. വലിയ 19ാമത്തെ വയസ്സിൽ കിരീടാവകാശത്തെ ചൊല്ലിയുണ്ടായ തർക്കത്താൽ താൻ രാജ്യം വിട്ട് പോവുകയാണ്. 30,000-ത്തിലധികം സൈനികരോടുകൂടെ യുദ്ധക്കപ്പലുമായി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. കേവലം 13 വർഷത്തിനുള്ളിൽ ആ മഹാൻ അസ്തമിച്ചുപോയി. ദൈവമക്കളെ, അതാണ് ഗ്രീക്ക് സാമ്രാജ്യം. ആ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് ശേഷം അടുത്ത സാമ്രാജ്യം ഇസ്രായേലിലേക്ക് വന്നു. അത് റോമാക്കാരുടെ സാമ്രാജ്യമായിരുന്നു. റോമാക്കാർ ദീർഘവർഷം ഭരിച്ചു. ഇതിനിടയിൽ ഈ അലക്സാണ്ടറിന്റെ സൈന്യാധിപന്മാർ 2 ഭാഗങ്ങളായി തിരിഞ്ഞ് 4 സൈനികന്മാർ ലോകം ഭരിച്ചിരുന്നു, ഇസ്രായേൽ ഭരിച്ചിരുന്നു. അതിനുശേഷമായി റോമൻ സാമ്രാജ്യം ഭൂമിയിലേക്ക് വന്നു. റോമൻ സാമ്രാജ്യത്തെ ദാനിയേൽ കണ്ടപ്പോൾ ഒരു ഘോര മൃഗമായി ഇട്ടും, ഇതുപോലെ രാജാവ് കാണുമ്പോൾ ഇതാ ഈ സാമ്രാജ്യ ബിംബത്തിലെ ഇരുമ്പ്, ആരെയും കാലും ഇരുമ്പെന്ന ഭാഗവുമായി കാണുന്നു. പിൽക്കാലത്ത് പാശ്ചാത്യ റോമനെന്നും പൗരസ്ത്യ റോമനെന്നും 2ആയി പിരിഞ്ഞുപോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ റോമാക്കാരുടെ കാലത്തായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായെ റോമന്റെ ശിക്ഷ അനുസരിച്ച് ക്രൂശിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഇസ്രായേലിലെ യഹോയാക്കീമിന്റെ കയ്യിൽ നിന്ന് സിംഹാസനം പോയ ശേഷം അവിടെ കോളനി വാഴ്ച നടത്തിയത് 1 ഇറാഖുകാര്, 2ാമതായി ഇറാൻകാര്,
മൂന്നാമതായി ഗ്രീക്കുകാര്, നാലാമതായി റോമാക്കാര് ഏറെക്കുറെ മുൻപും പിൻപും മശിഹായ്ക്ക് ശേഷവും അതിനു മുൻപുമായി ദീർഘവർഷം 700ഓളം വർഷം ഭരിച്ചു. പിൽക്കാലത്ത് പാശ്ചാത്യ റോമനും പൗരസ്ത്യ റോമനും രണ്ടായി പിരിഞ്ഞു. പിന്നീട് ഈ രാജ്യത്ത് ഏകീകരണ ഭരണം ആരും നടത്തിയിട്ടില്ല. ദൈവമക്കളെ, ആർക്കും ഈ രാജ്യം ഏകീകരിച്ചു ഭരിക്കാൻ ഇതുവരെയും ഒത്തിട്ടില്ല. പിന്നെ അനേകർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, ഏകീകരിച്ചുകൊണ്ട് ലോകം ഭരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടതായിരുന്നില്ല. അതിലൊന്നാണ് ഈ ചാർട്ടിന്റെ സെൻട്രൽ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് റോമൻ കൈസർ. റോമാക്കാര് പിൽക്കാലത്ത് ലോകമടക്കി ഭരിക്കാൻ ഒരുപാട് പരക്കം പാഞ്ഞു നോക്കി. ദൈവിക പദ്ധതിയിലല്ല രാജ്യം വിഭജിച്ചുപോയി, മിക്സഡ് ഭരണത്തിലേക്ക് വന്നു. റോമൻ കൈസറെ കൊണ്ട് നടന്നില്ല. അതിനുശേഷം തന്ത്രശാലിയായ ബ്രിട്ടീഷുകാർ ലോകത്തിൽ കോളനി വാഴ്ച നടത്താൻ തുടങ്ങി. നമ്മുടെ ഭാരതത്തിൽ കച്ചവടത്തിന് കയറിയ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ 618 രാജാക്കന്മാരെ തമ്മിലടിച്ചിട്ട് അവരുടെ കിരീടവും സിംഹാസനവും ദൂരത്തെറിഞ്ഞു കളഞ്ഞ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ച് അവർ 200 വർഷം ഇന്ത്യയിൽ കോളനി വാഴ്ച നടത്തി. അതിനുശേഷമാണ് നെപ്പോളിയൻ എഴുന്നേറ്റ് വരുന്നത്. യൂറോപ്പ് മുഴുവൻ വിറപ്പിച്ചൊരുവനായിരുന്നു നെപ്പോളിയൻ. അവന്റെ പടയോട്ടത്തിന് മുമ്പിൽ ലോകം മുഴുവൻ ഞെട്ടിവിറച്ചു. അവൻ ലോകം അടക്കി വാഴുമെന്ന് പറഞ്ഞു. പക്ഷെ 1816 വാട്ടർലോ യുദ്ധത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് സൈനാധിപനായ ലോർഡ് വില്യണ്ടൻ അവനെ ആക്രമിച്ച് അവന്റെ പടയോട്ടം അവസാനിപ്പിച്ചു. അവനെ ബന്ധിതനാക്കി സെന്റ് ഹെലൻ എന്ന ദ്വീപിലേക്ക് നാട് കടത്തി. അതോടുകൂടി അദ്ദേഹത്തിന്റെ പടയോട്ടവും തീർന്നു. പിന്നീടാണ് അടുത്ത പ്രസ്ഥാനം എഴുന്നേറ്റ് വരുന്നത്. ഇവിടെ നോക്കിയാൽ ക്യാറൽ മാക്സിന്റെ ഒരു പടമുണ്ട്. ചാറ്റ് കാണുമ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണോ എന്ന് ചിന്തിക്കും. അല്ല ദൈവമക്കളെ, ഒരു വലിയ മഹാനായിരുന്നു ക്യാറൽ മാക്സ്. 1800 ലണ്ടൻ പട്ടണത്തിൽ പാർത്തിരുന്ന ഒരു യഹൂദനായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ടാണ് ക്യാറൽ മാക്സ് കമ്മ്യൂണിസത്തിന്റെ സിദ്ധാന്തം എഴുതിയുണ്ടാക്കിയത്. ദൈവപുത്രനായ മശിഹായുടെ ക്രൂശ് മരണത്തിന് ശേഷം ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇത് റഷ്യയിലേക്കായിരുന്നു ആദ്യം പടർന്നു പിടിച്ചത്. സാർ ചക്രവർത്തിമാരുടെ നീചത്വ ഭരണം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന റഷ്യയിലേക്ക് ഇദ്ദേഹത്തിന്റെ കമ്മ്യൂണിസം പടർന്നു പിടിച്ചു. ദൈവം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന്റെ ആശയമാണെന്നും പൗരോഹിത്യം എന്ന് പറയുന്നത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതാണെന്നും മതം എന്നത് മനുഷ്യനെ മയക്കുന്ന കറപ്പാണെന്നുള്ള ക്യാറൽ മാക്സിന്റെ പ്രസ്താവനയുടെ മുമ്പിൽ ലോകം മുഴുവൻ ഞെട്ടി. റഷ്യ വമ്പൻ രാജ്യങ്ങൾ ഒന്നായി. ശാസ്ത്രീയമായും സാംസ്കാരികമായും സാമ്പത്തികമായും പിന്നണിയിൽ കിടന്ന റഷ്യയെ ലോകത്തിലെ ഒന്നാം കിട രാജ്യമാക്കി തീർത്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു. എന്നാൽ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ അത് അധപ്പതിച്ചു പോയി. ദൈവമക്കളെ, 1917 ആദ്യമായി റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നു. മഹാനായ ലെനിനും മഹാനായ ജോസഫ് സ്റ്റാലിന്റെയും വിപ്ലവത്തിന്റെ ദീപങ്ങൾ കത്തി. എന്നാൽ 1924 ജാനുവരി മാസം 23 മഹാനായ ലെനിൻ മരിച്ചു. ലെനിന്റെ മരണത്തോടുകൂടെ തന്നെ റഷ്യയിലെ കമ്മ്യൂണിസങ്ങൾ ആടി ഉലഞ്ഞു തുടങ്ങി. വീണ്ടും ഭരണമേറ്റത് ജോസഫ് സ്റ്റാലിനാണ്. സ്വേച്ഛാധിപതിയായ ജോസഫ് സ്റ്റാലിൻ ഏറെക്കുറെ 5 കോടിയോളം ജനങ്ങളെ കൊന്നൊടുക്കി എന്നാണ് ചരിത്രം പറയുന്നത്. 1953 ആ മഹാനും മരിച്ചു. അവിടുത്തെ കമ്മ്യൂണിസം ആടി ഉലഞ്ഞു. 1985 ഗോർബച്ചോ ഭരണമേറ്റു. 1991 തന്റെ കയ്യിൽ നിന്ന് റഷ്യ തകർന്നുടഞ്ഞു. കമ്മ്യൂണിസം എല്ലാം പൊളിച്ചടക്കി. ദൈവമക്കളെ, ഇന്ന് അമേരിക്കയിലെ കരീബിയൻ കടലിന്റെ തീരത്ത് കിടക്കുന്ന ചില രാജ്യങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങിങ്ങായി കിടക്കുന്നതേ ഉള്ളൂ. കമ്മ്യൂണിസത്തിന്റെ ആദർശം തകർന്നുടഞ്ഞു. ലോകം വെട്ടിപ്പിടിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നില്ല. അതിനുശേഷം എഴുന്നേറ്റ് വന്നൊരു മഹാനാണ് ഹിറ്റ്ലർ. ജർമ്മനിയിലെ ഭരണകർത്താവായിരുന്നു. കൂലിപ്പട്ടാളക്കാരനായിട്ട് കയറിയവനാണ്. അവന്റെ ഉഗ്രതയുള്ള മനസ്സും ഉഗ്രതയുള്ള വാക്കിന്റെ മുമ്പിൽ ജർമ്മൻ ജനത ഇളകി. ആര്യനാണ് ലോകം ഭരിക്കേണ്ടതെന്നും മശിഹായെ ക്രൂശിച്ചവൻ യഹൂദനാണെന്നും അവനെ കൊന്നൊടുക്കണമെന്നും അവന്റെ സമ്പത്ത് നമ്മുടേതായിരിക്കണമെന്നുള്ള അവന്റെ പ്രഖ്യാപനത്തിന്റെ മുമ്പിൽ 60 ലക്ഷം യഹൂദന്മാരെ ജർമ്മനിയിൽ കർണകൂടാതെ കൊന്നുമുടിച്ചു. എന്നാൽ 1945 രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ബ്രിട്ടനും അമേരിക്കയും സഖ്യകക്ഷികളും കൂടെ ചേർന്ന് ജർമ്മനിയെ ആക്രമിച്ചു. സഖ്യകക്ഷികളുടെ സൈന്യത്തിന്റെ മുമ്പിൽ നിലനിൽപ്പില്ലെന്ന് കണ്ടപ്പോൾ ആ മഹാനും ഭാര്യയും അവന്റെ വളർത്തുനായും കൂടെ ഒരു ഗുഹയിൽ കയറി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. അവിടെ നാസിസം അവസാനിച്ചു. സമാന്തരമായി മറ്റൊന്നുണ്ടായിരുന്നു, ഫാസിസം. ഈ സൈഡിൽ കാണാം, പേര് മുസോളനി എന്നാണ്.
അദ്ദേഹം ലോകം മുഴുവൻ വെട്ടിവിറപ്പിച്ചു ദൈവമക്കളെ. എന്നാൽ 1945 അവിടുത്തെ ദേശവാസികൾ അദ്ദേഹത്തെയും കാമുകയും കൂടെ പിടിച്ച് തലകീഴായി തൂക്കി വെടിവെച്ചു കൊന്ന് അവന്റെ ആ ഫാസിസ പ്രസ്ഥാനവും തീർന്നു. ഇതൊക്കെ ദൈവം തമ്പുരാൻ ഒരു പരിധി വരെ അനുവദിച്ചിട്ടുള്ളൂ. കാരണം ഈ 5ാമത്തെ കാലഘട്ടം മിക്സഡ് ഭരണമാണ്. ഇതിനിയും കുറെ കാലം അങ്ങോട്ട് ഓടും ദൈവമക്കളെ. ഇനി ഇതിനു ശേഷം 6ാമതൊരു ഭരണമുണ്ട്. ആ ഭരണം ക്രിസ്തുവിന്റെ ഭരണമാണ്. 7ാമത്തെ ഭരണം നമ്മുടെ മശിഹായുടെ ഭരണമാണ്. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം നമ്മുടെ മശിഹായ്ക്ക് എപ്പം സിംഹാസനം കിട്ടുമെന്നുള്ളതാണ്. ഇപ്പം തന്നെ പലരും ഉറങ്ങി സിംഹാസനത്തിലിരിക്കുന്ന അവസ്ഥയായി. ഞാൻ ഒരുപാട് സമയമൊന്നും ദീർഘിപ്പിക്കത്തില്ല. മഴ പെയ്തുകൊണ്ടൊരു ചെറിയ തണുപ്പുണ്ട് ദൈവമക്കളെ. തണുപ്പ് ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ചെറിയ ഉറക്കം പലർക്കും വരുന്നുണ്ട്. ഉറങ്ങേണ്ടിയവർക്ക് ഉറങ്ങാം. മീറ്റിംഗ് തീരുമ്പോൾ ഇവിടെ ഉറക്ക ഹല്ലേലൂയ പറയും. അന്നേരം നിങ്ങൾ എഴുന്നേറ്റ് പോയാലും മതി. എന്നാലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല. നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ മശിഹായിക്കൊപ്പം സിംഹാസനം കിട്ടും എന്നാണ്. അദ്ദേഹം 1000 ആണ്ട് വാഴ്ചയിൽ ഇരിക്കുന്നെന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ യെഹോയാക്കീമിന്റെ കയ്യിൽ നിന്ന് രാജ്യം പോയ ശേഷം അവിടെ കോളനി വാഴ്ച നടത്തിയവരുടെ നിരയാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഇറാഖുകാർ, പിന്നെ ഇറാൻകാർ, പിന്നീട് ഗ്രീക്കുകാർ, അടുത്തത് റോമാക്കാരൊക്കെ പറഞ്ഞു. അങ്ങനെ രാജ്യം പലയിടങ്ങളിലായിട്ട് സിംഹാസനം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഏതാണ്ട് AD 130 നമ്മുടെ മശിഹായെ ക്രൂശിച്ച ശേഷം AD 130 അവർക്ക് രാജ്യവും കൂടെ പോയി. 600 വർഷം മുമ്പേ സിംഹാസനം പോയി. പിന്നീട് രാജ്യവും കൂടെ നഷ്ടപ്പെട്ട് യഹൂദൻ തെരുവുനായെ പോലെ തെണ്ടി അലയേണ്ടി വന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോടുള്ള നിത്യനിയമ നിമിത്തം യോശുവ വിഭജിച്ചു കൊടുത്ത കനാൻ എന്ന മനോഹര ദേശം പിൽക്കാലത്ത് ഇസ്രായേലിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. അവർ നമ്മുടെ കേരളക്കരയിൽ കൊച്ചി, അതുപോലെ ഗോവ, ബോംബെ ഇവിടെയൊക്കെ വന്നു പാർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ രാജ്യത്ത് നിന്ന് തിരികെ പോയി. ഏറെക്കുറെ 2554 വർഷം അവരുടെ രാജ്യം നഷ്ടപ്പെട്ടുപോയി. BC 606 തുടങ്ങി 1948 ഇസ്രായേൽ എന്നൊരു രാജ്യം പ്രഖ്യാപിക്കുന്നത് വരെ 2554 വർഷം ഇസ്രായേലിന് അവന്റെ രാജ്യം നഷ്ടപ്പെട്ട് വിദേശികളുടെ കയ്യിലായി. അവസാനം തുർക്കികളുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷ് സൈനാധിപൻ പിടിച്ചാണ് ഇസ്രായേലിന് കൊടുത്തത്. ഇന്ന് ഇസ്രായേൽ എന്നൊരു രാജ്യമുണ്ട്. അവിടെ ജനാധിപത്യ ഭരണമാണ്. ഇന്നും ദാവീദിന്റെ സിംഹാസനം അവിടെ ഇല്ല ദൈവമക്കളെ. അവിടെ ദാവീദിന്റെ സിംഹാസനം സ്ഥാപിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇസ്രായേലിൽ കോളനി വാഴ്ച നടത്തുന്ന സാമ്രാജ്യ ശക്തികളെ നമ്മൾ 7 ഭാഗമായി തിരിച്ചു. 1 ബാബിലോൺ, 2 മേദ്യ പർഷ്യ, 3 ഗ്രീക്ക്, 4 റോമൻ, 5 മിക്സഡ്. 6ാമത് ഈ പാലസ്തീൻ ഇസ്രായേൽ ഭരിക്കുന്ന മറ്റൊരുവൻ വരും. അവനെ ബൈബിൾ എതിർ ക്രിസ്തു എന്നാണ് പറയുന്നത്. ഇവിടെ അതിന്റെ ഒരു ചിത്രം നമുക്ക് കാണാം. ദൂരത്തിരിക്കുന്നവർക്ക് കാണാൻ ഒക്കുമോ എന്നറിഞ്ഞുകൂടാ. ഈ ഭാഗത്തായിട്ടൊരു ചിത്രമുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ഒരു മൃഗമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എങ്കിലും നമ്മുടെ ആ ഭാഗത്തേക്കൊന്ന് പോകുന്നതിനൊരു വഴിവെട്ടുന്നതിന് വേണ്ടി മാത്രം ഞാനിത് പറയുകയാണ്. ശ്രദ്ധിച്ചാട്ട് ദൈവമക്കളെ, ഇവിടെ നമുക്കൊരു മൃഗത്തെ കാണാം. സമ്മിശ്രമായൊരു മൃഗമാണ്. ഇത് യോഹന്നാനോട് പറഞ്ഞപ്പോൾ മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനിയും സമുദ്രത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുന്ന ഒരു മൃഗം. ഇവന്റെ പ്രത്യേകത എന്നറിയാമോ? ഇവന്റെ തല സിംഹത്തിന്റെ തലയാണ്, അത് ബാബിലോണാണ്. ഇവന്റെ കാല് കരടിയുടേതാണ്, അത് പേർഷ്യയുടേതാണ്. ഇവന്റെ ശരീരം പുള്ളിപ്പുലിയുടേതാണ്, അത് ഗ്രീക്കിന്റെയാണ്. ഇവന്റെ തലയിലെ കൊമ്പുകൾ റോമന്റേതാണ്. അപ്പൊ ഇവൻ മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. ഇനി ഇവൻ കേറി വരും. അതിനാണ് പറയുന്നത്, വെളിപ്പാട് പുസ്തകം 17 പറയുന്നില്ലേ, ഇവൻ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ല. ഇനി സമുദ്രത്തിൽ നിന്ന് കയറി ഇവൻ ആഴത്തിലേക്ക് പോകും. ഇവൻ എത്ര കാലം ഭരിക്കും? വേദപുസ്തകന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. മലയാളീകരിച്ചപ്പം മലയാളി ഇവനെ അന്തിക്രിസ്തു എന്ന് വിളിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെ ഒരു ഭാഷയില്ല ദൈവമക്കളെ. നമ്മുടെ നാട്ടുമ്പുറത്തെ ഭാഷയാണ് അന്തിക്രിസ്തു എന്ന് പറയും. പണ്ട് നമ്മുടെ തിരുവല്ലാഭൈത്തോമിന്റെ വാതിക്കൽ ഒരു ദിവസം കള്ളുകുടിയന്മാര് 2 പേര് വന്നിട്ട് കള്ളു കുടിച്ചിട്ട് ചോദിച്ചാൽ ആരാടാ ഈ അന്തിക്രിസ്തു എന്ന്. വാസ്തു ബെന്നിച്ചാനൊക്കെ ഞങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ ആരാടാ അന്തിക്രിസ്തു? പൊരുത്തം വ്യാഖ്യാനിച്ചു കൊടുത്തു. സന്ധ്യയ്ക്ക് അടിച്ച് ലെവല് കെട്ട് വീട്ടിൽ വരുന്നവനെയാണ് നമ്മൾ അന്തിക്രിസ്തു എന്ന് വിളിക്കുന്നത്. 5 മണിക്ക് മുമ്പായി വീട്ടിൽ വരുന്നവനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത കാലത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ മന്ത്രിസഭയെ പ്രസംഗിച്ച് നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും. നല്ലൊരു പ്രസംഗം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ അവറുകൾ പരസ്യമായി പ്രസംഗിച്ചു. കേട്ടപ്പോൾ ആ വചനം പല വാസ്തുമാര് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും എന്റെ ഹൃദയത്തിൽ കുറെ ഉറച്ചത് അപ്പോഴാണ്. ബാർക്കോഴ കേസിൽ കൈക്കൂലി വാങ്ങിയ ബഹുമാനപ്പെട്ട മാണിയെ നോക്കിക്കൊണ്ട്, എന്റെ പൊന്നുമാണി, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, കള്ളനും ദുഷ്ടനും എന്നും കെടാത്ത നരകത്തിൽ പോകുമെന്ന്.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിൽ നല്ലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർത്ത് ഇദ്ദേഹം ബൈബിൾ വായിക്കുന്നല്ലോ അല്ലേ, നേരിട്ട് കണ്ടാൽ കൊള്ളാമായിരുന്നു. അടുത്ത കാലത്ത് മുളന്തുരുത്തി വരാമെന്ന് എന്നോട് പറഞ്ഞ, പക്ഷെ ഞാൻ ഇനി പോയിരുന്നു വന്നിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ സാറിന് ആരാ ഇത് പഠിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യൻ മുഴുലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തോ പ്രയോജനം. നല്ല വാക്കാണ്. പല വാസ്തുമാർ മേളുതൊട്ട് അടിവരെയുള്ള പലരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അത് കേട്ടപ്പോഴാണ് കുറെ കൂടെ ചിന്തിച്ചത്. അദ്ദേഹത്തിനും അറിയാം മുഴുലോകവും നഷ്ടപ്പെട്ട നേടിയാലും പോയാൽ എന്ത് ചെയ്യും, പിന്നെ നരകമുണ്ടെന്നും നരകത്തിലെ പുഴു ചാകത്തില്ലെന്നും മാണിസാറൊന്ന് ഓർത്തോണോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ദൈവമക്കളെ, പാസ്റ്റർമാര് പ്രസംഗിച്ചു തുടങ്ങി, കള്ളന്മാര് പ്രസംഗിച്ചു തുടങ്ങി, ഇപ്പം പ്രതിപക്ഷ നേതാവും പ്രസംഗിക്കുകയാണ് ഒരു നിത്യജീവനും നരകമുണ്ട്, ഇനിയെങ്കിലും നീ ഒന്ന് കുണം പിടിക്കണമെന്ന് ചുരുക്കം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഒരു എതിർ ക്രിസ്തു ലോകത്തെ ഭരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എതിർ ക്രിസ്തു എത്ര കാലം നമുക്ക് നോക്കാം, ചുരുങ്ങിയ നാളുകൾ മാത്രമേ ഉള്ളൂ. കേവലം 7 വർഷക്കാലം അവൻ ഭരിക്കും. ഇവനെക്കുറിച്ച് നമ്മൾ മാത്രമല്ല, ലോകത്തിലെ മറ്റു മതങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇസ്ലാമിക മതങ്ങൾ ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ചൊരു മതമാണ് ഇസ്ലാം മതം. ആ ഇസ്ലാം മതത്തിലെ ഖുറാനിൽ ലോകാവസാനത്തിന്റെ 10 അടയാളങ്ങളുണ്ട്. ലോകാവസാനത്തെക്കുറിച്ച് ഏറെക്കുറെ ബൈബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 10 അടയാളം. ആ 10 അടയാളത്തിൽ ഒന്ന്, ഈ അന്ത്യകാലത്ത് ദജാൽ എന്നൊരുവൻ എഴുന്നേറ്റ് വരും. ദജാൽ എന്ന അറബി വാക്കിന്റെ അർത്ഥം വഞ്ചകൻ എന്നാണ്. അന്ത്യകാലത്ത് ഒറ്റക്കണ്ണനായ ഒരു ദജാൽ എന്നവൻ എഴുന്നേറ്റ് വരും. അവൻ മുഴുലോകവും ചുറ്റിത്തിരിഞ്ഞ് 70,000-ലധികം ജനത്തെ വശീകരിച്ച് അത്ഭുതങ്ങൾ ചെയ്യും. എന്നാൽ ഈസാ നബി പ്രത്യക്ഷനായി ജിൽദ ഗേറ്റിക്കൽ വെച്ച് അവനെ കൊന്നുകളയുമെന്ന് ഇസ്ലാമികരുടെ മതഗ്രന്ഥമായ ഖുറാൻ വളരെ വ്യക്തമായി പറയുന്നു. യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദ് പറയുന്നത് അന്ത്യകാലത്ത് റോമിലെ അന്ത്യകന്യകയായ അർമലിയാസ് എന്നൊരുവൻ എഴുന്നേറ്റ് വരും. അവൻ മുഴുലോകവും ചുറ്റിത്തിരിഞ്ഞ് അവൻ വലിയൊരു പുരുഷാരത്തെ വഞ്ചിക്കും. എന്നാൽ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ പുതുക്കി പണിയുവാൻ വരുന്ന ഈശാൻ അല്ലെങ്കിൽ യേശു, ദാവീദ് പുത്രൻ, പുറപ്പെട്ടു വന്ന് അവനോട് യുദ്ധം ചെയ്ത് അവനെ കൊന്നുകളയും. ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിളിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, എതിർ ക്രിസ്തു വെളിപ്പെടും, എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട മെസ്സിയാൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ വായിലെ ശ്വാസത്താൽ അവനെ ഒടുക്കിക്കളയും. ദാനിയേൽ ഇവനെ ചെറിയ കൊമ്പെന്നാണ് വിളിച്ചിരിക്കുന്നത്. സക്കരിയാവിനെ തുമ്പുകെട്ട ഇടയനെന്നാണ് വിളിച്ചിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ ഇവനെ എതിർ ക്രിസ്തു എന്നാണ് വിളിച്ചിരിക്കുന്നത്. പൗലോസ്ലീഹ ഇവനെ അധർമ്മമൂർത്തി എന്നാണ് വിളിച്ചിരിക്കുന്നത്. അധർമ്മമൂർത്തിയും എതിർ ക്രിസ്തുമായ ഒരുവൻ വരും. മുമ്പുള്ളതും ഇപ്പോൾ ഇല്ലാത്തതുമായ ഒരവസരമായിരിക്കും. അവന്റെ കാലം ഭൂമിയിൽ തികച്ചും ദുരിതപ്പെട്ടതായിരിക്കും. മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരിതപ്പെട്ട നാളുകളായിരിക്കും അവന്റെ കാലഘട്ടം. അവൻ ശാസ്ത്രീയമായി മനുഷ്യനെ ഏകീകരിക്കേണ്ടതിന് മൈക്രോ ചിപ്പ് ഇപ്പോൾ ലോകത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അമേരിക്ക, ജർമ്മൻ, യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് സന്തോഷത്തോടെ കൈനീട്ടി വാങ്ങുന്നു. ലോക പ്രശസ്തമായ മോട്ടോറോളോ എന്ന് പറയുന്ന ഒരു കമ്പനി ഏതാണ്ട് $20 കോടി ചെലവഴിച്ച് റിസർച്ച് ചെയ്താണ് ഈ മൈക്രോ ചിപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത്. 0.3 mm മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ ഒരു നെല്ലരിയുടെ വലുപ്പമേ ഉള്ളൂ. 3000-ലധികം ഡിജിറ്റൽ വാക്കുകൾ നമുക്കത് റെക്കോർഡ് ചെയ്ത് വെക്കാം. അത് നമ്മുടെ കയ്യിലോട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് കയറ്റിയാൽ മതി. ശരീരത്തിന്റെ ഏറ്റവും ഉയർന്ന ഊഷ്മാവ് ഒന്നിൽ നെറ്റിയിലോ ഇല്ല കയ്യിലോ. കുഞ്ഞുങ്ങളെ കൊണ്ട് ആശുപത്രി ചെന്നാൽ അവിടെ ഡോക്ടർ ആദ്യം നോക്കുന്ന വയറ്റത്തോട്ടല്ല നോക്കുന്നത്, പിന്നെയോ നെറ്റിയെ നോക്കും അല്ലെങ്കിൽ കയ്യെ നോക്കും. കാര്യം ഏറ്റവും ഉയർന്ന ഊഷ്മാവ് അവിടാണ്. ഇപ്പോൾ ഈ മൈക്രോ ചിപ്പ് കൈക്കുള്ളിൽ കയറ്റി വിട്ടാൽ ശരീരത്തിന്റെ ഊഷ്മാവ് കൊണ്ട് ഉന്നതമായ ചൂട് കൊണ്ട് വേണം ഇത് പ്രവർത്തിക്കാൻ. ഇവിടെ അതിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ജോൺ തോമസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മലയാളി ഫാമിലിയാണ് അത് ചെയ്യിക്കുന്നത്. കണ്ട, ഒരു സ്ത്രീ ഇവിടെ കിടക്കുന്ന നെറ്റിയിൽ അത് ഇഞ്ചക്ഷൻ ചെയ്ത് കയറ്റുകയാണ്, ഒരു മൈക്രോ ചിപ്പ്. നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ നെല്ലരിയുടെ 1/3 വലുപ്പമുള്ള സംഭവം. അതങ്ങോട്ട് നെറ്റിക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് അങ്ങോട്ട് കയറ്റി, കയ്യേലോ നെറ്റിമേലോ വേണം, അതങ്ങോട്ട് കയറ്റി വിട്ടാൽ പിന്നെ നമുക്ക് വലിയ ടെൻഷനൊന്നും വേണ്ട ദൈവമക്കളെ. ജർമ്മനിയിലെ സമ്പന്നരായ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യും. സ്കൂളിൽ പോയി അവൻ എവിടെ പോയി എന്ത് തരികട കാണിച്ചെന്നുള്ളത് അറിയാം, എങ്ങോട്ട് പോയെന്നുള്ളത് അറിയാം. ഇത് അടുത്ത കാലത്ത് നമ്മുടെ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് ഉൾപ്പെടെ ഏഷ്യനിലെ പല രാജ്യങ്ങളും 2024 മുഴുവൻ ഭാരതീയർക്കും കൊടുക്കാനുള്ള എഗ്രിമെന്റ് മോട്ടോറോളോ കമ്പനിയോട് ചെയ്തേച്ചിരിക്കുക ദൈവമക്കളെ. അധികം വൈമുമ്പിഞ്ഞു വരും, അത് കൈമേലോ നെറ്റിമേലോ കുത്തും. 666 എന്നാണ് അതിന്റെ പേര്. ഇപ്പോൾ നമുക്ക് ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനേതാണ്ട് 16 അക്കമുണ്ട് ദൈവമക്കളെ. വേൾഡ് നാഷണൽ നമ്പർ
നമ്പർ ആകുമ്പോൾ 2 0 ഫ്രണ്ടിലോട്ട് വരും. നിങ്ങൾ ഇതിനെ ഒന്ന് 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിക്കേ. അപ്പൊ 3 6 18 എന്ന് കിട്ടും. അല്ല, എല്ലാവരുടെയും കൈ 666 എന്നല്ല. ബുദ്ധിയുള്ളവൻ ഗണിച്ചെടുത്തോണം. എല്ലാം കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ഗണിച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് അക്കം 666 ആണ്. 18 അക്കത്തെ നിങ്ങൾ 3 കൊണ്ട് എങ്ങനെയൊന്ന് ഗണിച്ചെടുക്കാം? 3 6 ചേർന്നാൽ അത് 18 ആകും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആധാർ കാർഡില് 2 0 കുറവാ. പേടിക്കണ്ട, യേശു വരുന്നത് വരെ 2 0 മുമ്പിലോട്ട് വരത്തില്ല. യേശു വന്ന ശേഷം മറ്റവൻ ഭരണത്തിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡ് റിട്ടേൺ തിരിച്ചു വാങ്ങി ഫ്രണ്ടിലോട്ട് ചേർക്കും. ലോകത്തിലെ ഇന്ന് ഇതിന്റെ ഈ കാര്യം ക്രമീകരിക്കുമ്പോൾ, ഈ മൈക്രോ ചിപ്പ് ക്രമീകരിക്കുമ്പോൾ ദൈവമക്കളെ ഇതിനെടുത്തിരുന്നത് എന്തെന്നറിയോ? നമ്മുടെ കണ്ണിന്റെ റെച്ചിനായുടെ ഇതാണ്. ഒന്നുകിൽ കണ്ണിന്റെ റെച്ചിനായോ ഇല്ലെങ്കിൽ നമ്മുടെ കൈയുടെ പെരുവിരലിന്റെ അടയാളമോ വേണ്ടിയത്. കണ്ണിന്റെ റെറ്റിന വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാം എന്നാ പറയുന്നത്. പക്ഷേ കൈയുടെ പെരുവിരലിന്റെ നമ്പർ മാറ്റാൻ ഒക്കത്തില്ല. 750 കോടി ജനങ്ങളുണ്ട്. 1.25 ഇഞ്ച് വലുപ്പം മാത്രമുള്ള ഈ കൈയുടെ വരയെല്ലാം വ്യത്യസ്തമായ ദൈവമക്കളെ. ലോകത്തിൽ സ്വഭാവം കൊണ്ടും രൂപം കൊണ്ടും നിറം കൊണ്ടും ആകൃതി കൊണ്ടും നടപ്പ് കൊണ്ടും പ്രകൃതി കൊണ്ടൊക്കെ 7 പേര് കാണുമെന്നാ പറയും. ഞാൻ കണ്ടിട്ടില്ല. 7 പേര് കാണുമെന്നൊക്കെ പറയും. അവനെ പോലെ അവളെ പോലെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്നാൽ ഒരു വലിയ സത്യമുണ്ട്. ഈ ഒരു കാര്യം മാത്രം വ്യത്യാസമാണ്. മനുഷ്യ കണ്ണുകൊണ്ട് നോക്കിയാൽ എല്ലാവരുടെയും കൈ ഒരുപോലെ ഇരിക്കുക, അപ്പന്റെയും അമ്മയുടെയും കൊച്ചുമക്കളുടെയും അയൽവാസിയുടെയും ഒക്കെ. പക്ഷേ കമ്പ്യൂട്ടർ നോക്കിയാൽ 750 കോടി ജനത്തിന്റെയും വ്യത്യാസമാണ്. ഇതൊരിക്കലും നമുക്ക് തിരുത്താനൊക്കത്തില്ല ദൈവമക്കളെ. ജീവിച്ചിരിക്കുന്ന ഒരുത്തന്റെ കൈവരനോട് തുല്യമല്ല. അതൊരു വലിയ അത്ഭുതമല്ലേ? നമ്മളെ കൊണ്ട് എത്ര കൈക്ക് അങ്ങനെ ഡിസൈൻ ചെയ്യാം? ആകെ 1.5 ഇഞ്ചില്ല. നിങ്ങളുടെ കൈക്കും അത് തന്നെ. 2 ഇഞ്ചുള്ളവരുണ്ടോന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ആവറേജ് ഒരു 1.5 ഇഞ്ചേ ഉള്ളൂ ദൈവമക്കളെ. ഈ 1.5 ഇഞ്ചിനുള്ളിൽ ഇതെങ്ങനെ നോക്കും? ഇതെങ്ങനെയാ കണ്ടുപിടിച്ചെന്നറിയാം? ഇയ്യോബിന്റെ പുസ്തകത്തിലുണ്ട്. നീ മനുഷ്യനെ തമ്മിൽ തിരിച്ചറിയേണ്ടതിന് അവന്റെ കയ്യെ രേഖ വരച്ചെന്ന്. നമ്മൾ ചിന്തിക്കും ഇവനെ മോട്ടറോളയാണോ കണ്ടുപിടിച്ചത്? നല്ല ഭക്തനായ ജോബിനോട് പണ്ട് പറഞ്ഞതാണ്. യോബിന്റെ പുസ്തകത്തിൽ എഴുതിക്കുക, മനുഷ്യനെ തമ്മിൽ തിരിച്ചറിയേണ്ടതിന് നീ അവന്റെ കയ്യെ രേഖ വരച്ചിട്ടുണ്ട്. കണ്ണിന്റെ റെറ്റിനായൊക്കെ മാറ്റിവെക്കാം, വേണമെങ്കിൽ കളിപ്പിക്കാം, പക്ഷെ കൈ കൊണ്ട് ഒരിക്കലും ഒക്കത്തില്ല. അപ്പോൾ ഇതിന്റെ ഈ മൈക്രോ ചിപ്പിന്റെ ക്രമീകരണം വന്നപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. ലോകം അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നമ്മളൊരു നാശത്തിലേക്ക് പോവുകയാണ്. ഒരു 7 വർഷക്കാലം യേശുക്രിസ്തു ഭരിക്കും. അതിനുശേഷം 7ാമത്തെ സാമ്രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടേതാണ്. ഈ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം ഭൂമിയിൽ ദുരിതപ്പെട്ടതാണ്. ദാനിയേലിന്റെ വാക്കനുസരിച്ച് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടമുണ്ടാകും. ദൈവത്തിന്റെ കോപത്തിന്റെയും ക്രോധത്തിന്റെയും കലശങ്ങൾ ഒന്നൊന്നായി ഭൂമിയിലേക്ക് വീഴും. ആകാശശക്തികൾ ഇളകും. സൂര്യൻ കരിമ്പടം പോലെയാകും. ചന്ദ്രൻ രക്തതുല്യം പോലെയാകും. നക്ഷത്രങ്ങൾ അത്തിക്കായി പൊഴിയും പോലെ ഈ ഭൂമിയിലേക്ക് വീഴും. മനുഷ്യൻ ദുർവർണ്ണങ്ങൾക്ക് അടിമപ്പെടും. ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അസംഖ്യമായ ദുരിതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഈ 7 വർഷം. അതിന്റെ അനന്തരം ഹർമഗദോൻ എന്നൊരു വലിയ യുദ്ധം ഉണ്ടാകും. യുദ്ധാനന്തരം 7ാമത്തെ സാമ്രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാന്റെ സാമ്രാജ്യമാണ്. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു പറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവചനം 32-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ, ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ ഭരിക്കും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറഞ്ഞു നിൽക്കും. ഏദൻ പർദീസയുടെ ശേഷിപ്പുള്ള ഭാഗം പോലെ മശിഹാ തമ്പുരാൻ ഭൂമിയിൽ വാഴും. അന്ന് സിംഹാസനം ദാവീദിന്റേതായിരിക്കും. ദാനിയേൽ പ്രവചനത്തിൽ നാം കണ്ടല്ലോ, വയോധ്യനായവൻ സിംഹാസനം മനുഷ്യപുത്രന് തുല്യനായവന് കൊടുത്തു. 2000 വർഷങ്ങൾക്കപ്പുറം ബേത്ലഹേം എന്ന പട്ടണത്തിൽ ചെന്ന് ഗബ്രിയേൽ എന്ന ദൂതൻ മറിയത്തോട് പറഞ്ഞ വാക്ക് അപ്പോൾ നിറവേറും. സിംഹാസനം യേശുവിൻ്റെതാണ്. 1000 വർഷം യേശു അവിടെ വാഴും. ആരായിരിക്കും പ്രജകളെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അവർ ഉയർത്തു വന്ന് യേശുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. പ്രജകളെ 3ആയിട്ട് തിരിക്കാം. 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ള വിശുദ്ധന്മാർ. 2 വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ 12 ഗോത്രങ്ങളിൽ നിന്ന് 1,44,000 ഇസ്രായേൽ ജാതികൾ. ഒരു നാൾ പത്രോസ് ചോദിച്ചു, ഗുരു,
സകലതും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നൊരു ചോദ്യം ചോദിച്ചു. ചോദ്യത്തിന്റെ മറുപടിയായി രക്ഷകൻ പറഞ്ഞു, നിങ്ങൾ 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ഭരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു. പത്രോസിനോട് പറഞ്ഞ വാക്കിന്റെ നിവർത്തി എന്ന വണ്ണം യാക്കോബിന്റെ വംശപാരമ്പര്യത്തിൽ നിന്ന് 12 ഗോത്രത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കും പ്രകാരം 1,44,000 പേർ മുദ്രയിട്ട് ജഡശരീരത്തോടെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരും. പുനരുദ്ധാനം പ്രാപിച്ചവർ യേശു ഉയർത്തുവന്ന ശരീരത്തോടും മുദ്രയേറ്റവർ ജഡീക ശരീരത്തോടും കൂടെ കയറി വരും. വീണ്ടും ഒരു കണക്ക് സക്കരിയാവ് പറഞ്ഞു, ഒരു യഹൂദന്റെ വസ്ത്രാഗ്രത്തിൽ 10 ജാതികൾ പിടിക്കും. അതൊരു കണക്കാണ്. ഒരു യഹൂദൻ +10 ഇങ്ങനെയാണ് കൂട്ടിയിരിക്കുന്നത്. യഹോവ നിങ്ങളോടുകൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറം ജാതിയിൽ നിന്ന് ഒരു യഹൂദന്റെ വസ്ത്രാഗ്രത്തിൽ 10 പേർ വീതം 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരും. മശിഹാ തമ്പുരാൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും, 1000 വർഷം ഭരിക്കും. ദാനിയേല് പറഞ്ഞു, പ്രഭു മുഴു ലോകത്തിന്റെയും ആധിപത്യം പിതാവായ ദൈവം തന്റെ വിശുദ്ധന്മാരുടെ പക്കൽ കൊടുക്കും. യെരൂശലേമിനെ കേന്ദ്രമാക്കി യെഹോയാക്കീമിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദാവീദിന്റെ സിംഹാസനം വീണ്ടും പുനഃസ്ഥാപിച്ച് ദാവീദ് പുത്രനായ മശിഹാ തമ്പുരാൻ ആ സിംഹാസനത്തിലിരിക്കും. ദൂതൻ മറിയത്തോട് പറഞ്ഞതും പ്രവാചകനായ ദാനിയേൽ കണ്ടതുമായ സംഭവം അവിടെ നിവർത്തിക്കപ്പെടും. ഇതാണ് തിരുവെഴുത്ത് പറയുന്ന 2ാമത്തെ ദൈവരാജ്യം. പ്രിയ ദൈവമക്കളെ, 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുപ്രാപിപ്പാൻ യോഗ്യരായി നമുക്ക് ജീവിക്കാം. 1-ാം പുനരുദ്ധാനത്തിൽ ആരാണ് വരുന്നത്? വേദപുസ്തക പശ്ചാത്തലം നാം നോക്കുമ്പോൾ 1-ാം പുനരുദ്ധാനത്തിൽ യേശുവുണ്ട്. 2 ക്രിസ്തുവിൽ മരിച്ചവർ ആ പുനരുദ്ധാനത്തിൽ ഉണ്ടാകും. 3 പീഡാകാല രക്തസാക്ഷികൾ ഉണ്ടാകും. 4 ഹാനോക്കും ഏലിയാവും ഉണ്ടാകും. 5 പഴയ നിയമ വിശുദ്ധന്മാരുണ്ടാകും. ഈ 5 പേർ ചേർന്ന് മശിഹായോടുകൂടെ ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴും. യോഗ്യത എന്തെന്നറിയാമോ? 1, നിങ്ങൾ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കണം. 2, യേശുവിനെ മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കണം. 3, ദൈവത്തിന് വിലപ്പെട്ട നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയിൽ സൂക്ഷിച്ചു കൊള്ളണം. 4, അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞ് വിശ്വാസ പ്രമാണത്തെ പാലിച്ച് നിങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കണം. മശിഹായുടെ മടങ്ങിവരവ് ഏറ്റവും അടുത്തുപോയി.